വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെക്ചർ പോളി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തെർമൽ എഞ്ചിനീയറിംഗ് പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. Which one of the following heat exchangers gives parallel straight line pattern of temperature distribution for both hot and cold fluid? Parallel flow with unequal heat capacity, parallel flow with equal heat capacity, counter flow with unequal heat capacity, counter flow with equal heat capacity. എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് പാർട്ടി എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? Which one of the following heat exchanger give parallel straight line pattern? Parallel straight line pattern കാണിക്കുന്നത് of temperature distribution for both hot and cold fluid. അപ്പോൾ ഈ പാരലൽ ഫ്ലോ നമ്മൾ പല ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അതിൽ ഫ്ലോ അറേഞ്ച്മെന്റിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ ആയിട്ട് രണ്ടുപേരുണ്ട്. ഓക്കെ, അതിലധികമുണ്ട്. മെയിൻ ആയിട്ട് രണ്ടുപേരാണ് പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും. അപ്പോൾ ഇതിലൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ അതിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണെങ്കിൽ വൈ ആക്സിസിൽ നമ്മൾ ടെമ്പറേച്ചറിന് ഡിനോട്ട് ചെയ്യും, എക്സ് ആക്സിസിൽ ആ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഏരിയ എന്നൊക്കെ പറയാം, സർഫസ് ഏരിയ അല്ലെങ്കിൽ ലെങ്ത് എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പറയാം. അപ്പോൾ അത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ പറ്റിയാണെങ്കിൽ അയാളുടെ പ്രത്യേകത എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ഫ്ലൂയിഡ് തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ? അപ്പൊ രണ്ട് ഫ്ലൂയിഡിനും ഒരു എൻട്രിയും ഉണ്ടാവും, ഒരു ഔട്ടും ഉണ്ടാവും, ശരിയാണല്ലോ? അപ്പൊ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ രണ്ട് ഫ്ലൂയിഡ് ഉണ്ട്. ഒരാൾ കോൾഡ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആള് ഇവിടെ നിന്ന് എൻട്രി ചെയ്യാണ്. ഞാൻ അയാളുടെ ഇൻലെറ്റ് ടെമ്പറേച്ചർ TCI എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ദെൻ ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കുമല്ലോ, അയാളും സെയിം സൈഡിൽ നിന്നും എൻട്രി ചെയ്യാണ്. ഞാൻ അയാളെ THI എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ പാരലൽ ഫ്ലോ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എന്തായിരിക്കും? പാരലൽ ഫ്ലോ ആയതുകൊണ്ടാണ് രണ്ടുപേരും ഒരു സൈഡിൽ നിന്ന് തന്നെ എൻട്രി ചെയ്യുന്നത്. എന്നാലാണല്ലോ ഒരേ ഡയറക്ഷനിൽ അയാൾക്ക് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഹോട്ടും കോൾഡും തമ്മിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡിൽ നിന്നും കോൾഡ് ഫ്ലൂയിഡ് ഹീറ്റ് മേടിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഹീറ്റ് കോൾഡിന് കൊടുക്കുന്നതുകൊണ്ട് കുറഞ്ഞും വരും, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണേ. ഒരേ എൻഡിൽ നിന്നും കയറി ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇയാൾ എന്ത് വിളിച്ചേ? പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വിളിക്കാനായിട്ട് കാരണം ഒരേ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ദെൻ അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഇറങ്ങുന്ന ടെമ്പറേച്ചർ ഞാൻ THO എന്ന് എഴുതും. കോൾഡ് ഫ്ലൂയിഡ് ഇറങ്ങുന്ന ടെമ്പറേച്ചർ ഞാൻ TCO എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എന്താണ് എവിടെയെങ്കിലും ഒരു പാരലൽ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ വരാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പാരലൽ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ഒന്നും ഇവിടെ ഇല്ല. ഇനി ഞാൻ രണ്ടാമത്തെ ആളിലേക്ക് പോകണം, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോകണം. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ ഇവിടെ കൗണ്ടർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫ്ലൂയിഡും ഓപ്പോസിറ്റ് എൻഡിൽ കൂടി ആയിരിക്കും കയറുക. ഇവിടെ ഒരേ സൈഡിൽ കൂടി അല്ലേ രണ്ട് ഫ്ലൂയിഡും കയറിയത്, അവിടെ പകരം എന്തായിരിക്കും? ഓപ്പോസിറ്റ് എൻഡിൽ നിന്നായിരിക്കും കയറുക. അപ്പൊ ഞാനിവിടെ ഹോട്ട് ഫ്ലൂയിഡിന്റെ ആ ഒരു ടെമ്പറേച്ചർ, ഇൻലെറ്റ് ടെമ്പറേച്ചർ ഇവിടെ മാർക്ക് ചെയ്യാണ്. കോൾഡ് ഫ്ലൂയിഡ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കയറിയെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ അയാളുടെ ഇൻലെറ്റ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യണം. എന്ത് സംഭവിക്കും? ഹോട്ട് കോൾഡിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ അയാളുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ദെൻ കോൾഡിന്റെ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? അത് കൂടിയും വരും. ശരിയാണല്ലോ? അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, കോൾഡ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതെന്താണ്? ഒരു കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അപ്പോൾ ഹോട്ടിന്റെ ഇറങ്ങുന്ന ടെമ്പറേച്ചർ, ഇതിപ്പോ ഇവിടെ ഇൻലെറ്റ് THI എന്ന് കൊടുത്തു, ഹോട്ട് ഇറങ്ങുന്നത് THO എന്ന് ഞാൻ വിളിക്കുകയാണ്. ദെൻ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഞാൻ TCI എന്ന് വിളിച്ചെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ കൂടി TCOയിൽ അയാൾ വെളിയിലേക്ക് ഇറങ്ങും. ഓക്കെ ആണല്ലോ? കൗണ്ടർ ഫ്ലോ ആയതുകൊണ്ട് രണ്ടുപേരും കയറുന്നത് ഓപ്പോസിറ്റ് എൻഡിൽ നിന്നാണ്. രണ്ടുപേരുടെയും ഫ്ലോ ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ടാണ്. അതുകൊണ്ടാണ് അതിനെ കൗണ്ടർ ഫ്ലോ എന്ന് വിളിക്കാനായിട്ട് കാരണം. ഇനി ഈ രണ്ട് ആൾക്കാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ടെമ്പറേച്ചർ പ്രൊഫൈൽ ഞാൻ ഈ വരച്ചിരിക്കുന്നത് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്, ഹോട്ട് ഫ്ലൂയിഡ് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഹീറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് ആര് മേടിച്ചിരിക്കും? കോൾഡ് ഫ്ലൂയിഡ് മേടിച്ചിരിക്കും. അതാണ് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ. എനർജി എന്ന് പറയുന്നത് കൺസർവ്ഡ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹോട്ട് എത്ര ഹീറ്റ് ആണോ കൊടുക്കുന്നത് അത് കോൾഡ് മേടിച്ചിരിക്കണം, അത് ഏത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിലും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാനിവിടെ Q = M
സി പി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ ഉണ്ട് അല്ലെ, സെൻസിബിൾ ഹീറ്റിന്റെ ഇക്വേഷൻ. ഞാൻ ഡോട്ട് കൊടുക്കാൻ കാരണം ഫ്ലോ റേറ്റ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്, ഫ്ലോ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോട്ട് എന്ന് പറയുന്ന ആൾ കൊടുക്കുന്ന ഹീറ്റ് അപ്പ് എന്തായിരിക്കും? എം ഡോട്ട് എച്ച്, അതായത് ഹോട്ട് ഫ്ലൂയിഡിന്റെ മാസ് ഫ്ലോ റേറ്റ്, സി പി എച്ച് ഹോട്ട് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു അയാളുടെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹയസ്റ്റ് ടെമ്പറേച്ചർ മൈനസ് ലോവസ്റ്റ് എന്ന് എഴുതാൻ മതി, ടി എച്ച് ഐ മൈനസ് ടി എച്ച് ഒ ആയിരിക്കും അല്ലെ. ഇൻലെറ്റിൽ നിന്ന് ഔട്ട്ലെറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഹോട്ടിന്റെ ടെമ്പറേച്ചർ കുറയൂലേ, ടി എച്ച് ഐ മൈനസ് ടി എച്ച് ഒ. അപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ പ്രകാരം ഇത്രയും ഹീറ്റ് ആര് മേടിച്ചിരിക്കണം? കോൾഡ് ഫ്ലൂയിഡ് മേടിച്ചിരിക്കണം. അപ്പോൾ കോൾഡ് ഫ്ലൂയിഡിന്റെ എം സി പി ഡെൽറ്റ ടി എങ്ങനെ എഴുതാം? എം ഡോട്ട് സി സി പി സി. ആരാ ഏത് ടെമ്പറേച്ചറാണ് വലുത്? എന്താണ് പുറത്തേക്ക് ഇറങ്ങുന്ന ടെമ്പറേച്ചർ ആയിരിക്കും കോൾഡിന്റെ വലുത്. കാരണം ഹീറ്റ് കിട്ടി ടെമ്പറേച്ചർ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ടെമ്പറേച്ചർ ആയിരിക്കും വലുത്, അകത്തേക്ക് കയറിയ കോൾഡ് ടെമ്പറേച്ചർ ചെറുതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, എം ഡോട്ട് സി പി എച്ച് ടി എച്ച് ഐ മൈനസ് ടി എച്ച് ഒ ഇസിക്വൽ ടു എം ഡോട്ട് സി സി പി സി ടി സി ഒ മൈനസ് ടി സി ഐ. ഇതാണ് ഇവിടുത്തെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷനും കൊണ്ട് ഞാൻ ഓപ്ഷനിലേക്ക് ചെല്ലുകയാണ്. പാരലൽ ഫ്ലോ വിത്ത് അൺഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി. ഇതിപ്പോ പാരലൽ ഫ്ലോ ആണെങ്കിലും കൗണ്ടർ ഫ്ലോ ആണെങ്കിലും ഈ കൺസെപ്റ്റിന് മാറ്റമൊന്നുമില്ല. ഹോട്ട് കൊടുക്കുന്നത് കോൾഡ് മേടിച്ചിരിക്കണം. നോക്കിയേ, പാരലൽ ഫ്ലോ വിത്ത് അൺഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി ആണോ, പാരലൽ ഫ്ലോ വിത്ത് ഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി ആണോ, കൗണ്ടർ ഫ്ലോ വിത്ത് അൺഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി ആണോ, കൗണ്ടർ ഫ്ലോ വിത്ത് ഈക്വൽ കപ്പാസിറ്റി ആണോ? ഒരിക്കലും ഈ പറയുന്ന പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പാരലൽ ഫ്ലോ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന രണ്ട് ലൈനും പാരലൽ ആവൂല. ആവാൻ സാധ്യതയുള്ള ഒരാളെന്ന് പറയുന്നത് കൗണ്ടർ ഫ്ലോ ആണ്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ഫ്ലോ വിത്ത് ഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി ആണ്. എന്താണ് ഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഡോട്ട് സി പി എച്ച് ആണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ ഇവർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? ടി എച്ച് ഐ മൈനസ് ടി എച്ച് ഒ ഇസ് ഈക്വൽ ടു ടി സി ഒ മൈനസ് ടി സി ഐ. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കിയേ. ടി എച്ച് ഐ മൈനസ്, ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ടി സി ഒ എന്ന് എനിക്ക് എഴുതാം. ഈ ടി എച്ച് ഒ അപ്പുറത്തേക്ക് കൊണ്ടുപോയേ ടി എച്ച് ഒ മൈനസ് ടി സി എ അവിടെ ഉണ്ട് അല്ലെ. ഈ ടി എച്ച് ഐ മൈനസ് ടി സി ഒ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, ടി എച്ച് ഒ മൈനസ് ടി സി എന്ന് പറയുന്നത് ഇവിടെ അല്ലേ, ടി എച്ച് ഒ മൈനസ് ടി സി എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? രണ്ട് എൻഡിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ആദ്യം മുതലേ ക്ലാസ്സിൽ നിങ്ങൾ ഫ്ലോയിൽ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇത്രയൊന്നും വേണ്ട. ഇതിപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്? കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരാനുള്ള സാധ്യത ഉള്ളൂ. പാരലൽ ഫ്ലോയിൽ ഒരിക്കലും നമുക്കത് കിട്ടൂല. കാരണം ആ ഒരു ടി എച്ച് ഐ മൈനസ് ടി സി ഐ ഫോമിലേക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിനെ മാറ്റി എഴുതാൻ പറ്റൂല. കാരണം നിങ്ങൾ നോക്കിയേ, ടി എച്ച് ഐ പ്ലസ് ടി സി ഐ വരുള്ളൂ. ടി എച്ച് ഐ മൈനസ് ടി സി ഐ ഫോം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ പാരലൽ ഫ്ലോയില് ഇങ്ങനൊരു കൺസെപ്റ്റേ ഇല്ല, പാരലൽ സ്ട്രെയിറ്റ് ലൈൻ വരാനുള്ള കൺസെപ്റ്റേ ഇല്ല. അത് വരാൻ സാധ്യതയുള്ള എവിടെയാണ്? അത് കൗണ്ടർ ഫ്ലോയിലാണ്. അത് വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈക്വൽ ഹീറ്റ് കപ്പാസിറ്റി ആണോ. അപ്പൊ രണ്ടുപേരും വെട്ടിപ്പോയിട്ട് ടെമ്പറേച്ചറുകളെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ലെഫ്റ്റിലെ ഡിഫറൻസും റൈറ്റിലെ ടെമ്പറേച്ചർ ഡിഫറൻസും തുല്യമാണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിച്ചാൽ അതിന്റെ അർത്ഥം രണ്ടും പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം എന്നാലേ അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, then second question, the temperature distribution for a plain wall for steady state heat flow and constant value of thermal conductivity is. ഇതും ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫൊറിയർ ലോയുടെയൊക്കെ ഡെഫിനേഷനും അതിന്റെ ചെറിയ പ്രൂഫ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കയറി വരുന്ന ഒരു പാർട്ടാണ്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പ്ലെയിൻ വാൾ. ഒരു പ്ലെയിൻ വാളിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് ഒരു പ്ലെയിൻ വാൾ ഞാൻ അവിടെ കാണിച്ചേക്കാണ്, അതിൽ കൂടി ഒരു കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈ ഒന്നാമത്തെ സർഫസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രണ്ടാമത്തെ സർഫസ് വഴി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റഡി ഫ്ലോ ആണ്, സ്റ്റഡി ഹീറ്റ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റും ആണെങ്കിൽ ആ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിരിക്കും, ഒരു ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ പറയാം. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ
ഒരു സിലിണ്ടറിന്റെ കേസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്ലെയിൻ വാളല്ലേ പറഞ്ഞേ അതിന് പകരം ഒരു സിലിണ്ടറിന്റെ കേസ് ആണെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ക്യൂവിന്റെ ഫ്ലോ എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിലാണെന്നാ പറയാം. പഠിക്കുമ്പോൾ നമ്മൾ റേഡിയൽ ഡയറക്ഷനിൽ നടക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഒരു കോൺസ്റ്റന്റ് തെർമൽ കണ്ടക്ടിവിറ്റിയും ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ഫ്ലോയും ആണെങ്കിൽ അത് ലോഗരിതമിക് ആയിരിക്കും. ആ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക് ആയിരിക്കും. സിമിലർലി സിലിണ്ടറിന് പകരം ഒരു സ്ഫിയർ ആണെങ്കിൽ ഇതുപോലെ തന്നെ റേഡിയൽ ഡയറക്ഷനിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസ് പറയുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ആയിരിക്കും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടക്ഷൻ പഠിക്കുന്ന സമയത്ത് 3 കോർഡിനേറ്റാ പഠിക്കുക. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ വാളൊക്കെ വരുന്നത്, ദെൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, ദെൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്. അപ്പോൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ പ്ലെയിൻ വാൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ഫ്ലോ ആണ്, കോൺസ്റ്റന്റ് തെർമൽ കണ്ടക്ടിവിറ്റി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന ടെമ്പറേച്ചർ പ്രൊഫൈല് ലീനിയർ ആയിരിക്കും. ഇനി സിലിണ്ടറിക്കൽ അഥവാ പോളാർ കോർഡിനേറ്റ് എന്ന് പറയും. ആ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ റേഡിയൽ ഡയറക്ഷനിലെ മാത്രം ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ റേഡിയൽ ഡയറക്ഷനിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ അവിടത്തെ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക് ആയിരിക്കും. വീണ്ടും സ്പെരിക്കൽ കോർഡിനേറ്റിലേക്ക് വരുമ്പോൾ അവിടെയും റേഡിയൽ ഡയറക്ഷനിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന്റെ കേസ് എടുക്കുമ്പോൾ അതൊരു സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ അയാളുടെ ടെമ്പറേച്ചർ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ആയിരിക്കും. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ വാളിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലീനിയർ എന്നുള്ള ആൻസറിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് വൺ. Prandtl number value greater than 1 indicates that the hydrodynamic boundary layer is. അതായത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ നോൺ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ കയറി വരുന്ന ഒരാളാണ് പ്രാണ്ടൽ നമ്പർ. ഈ പ്രാണ്ടൽ നമ്പറും ഈ ബൗണ്ടറി ലെയറുകളൊക്കെ തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രാണ്ടൽ നമ്പർ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഈസ് ഗ്രേറ്റർ ദാൻ തെർമൽ ബൗണ്ടറി ലെയർ ആണോ, ലെസ് ദാൻ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആണോ, ഈക്വൽ ടു തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആണോ, ഇൻഡിപെൻഡന്റ് ഓഫ് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ പ്രാണ്ടൽ നമ്പറും ഈ ബൗണ്ടറി ലെയർ തിക്നെസ് എന്നുള്ള തമ്മിലുള്ള ബന്ധം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? അപ്പൊ എന്താണ് ഈ പ്രാണ്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ PR? പ്രാണ്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് മൊമെന്റം ഡിഫ്യൂസിവിറ്റി, കാരണം ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവൂല, അതാ പ്രശ്നം. മൊമെന്റം ഡിഫ്യൂസിവിറ്റി ഡിവൈഡഡ് ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്നാണ്. തെർമൽ ഡിഫ്യൂസിവിറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ μCp/k എന്നൊക്കെ നമ്മൾ എഴുതും. എന്താവട്ടെ, μCp/k നമ്മൾ എത്തും. അപ്പോൾ ഒരു മൊമെന്റം ഡിഫ്യൂസിവിറ്റിയും തെർമൽ ഡിഫ്യൂസിവിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് പ്രാണ്ടൽ നമ്പർ. ഈ മൊമെന്റം ഡിഫ്യൂസിവിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരാളാണ് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ. തെർമൽ ഡിഫ്യൂസിവിറ്റിയെ സൂചിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് തെർമൽ ബൗണ്ടറി ലെയർ. ഞാൻ ΔTS എന്ന് വിളിച്ചു. ഇവരും പ്രാണ്ടൽ നമ്പറും തമ്മിലുള്ള ഒരു ബന്ധമാണ് PR⁻⁴. ഓക്കെ, അതായത് ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയറും തെർമൽ ബൗണ്ടറി ലെയറിനും ഒരു റേഷ്യോ എടുത്താൽ അത് തന്നെയാണ് ഈ മൊമെന്റം ഡിഫ്യൂസിവിറ്റി തെർമൽ ഡിഫ്യൂസിവിറ്റിക്ക് പകരം ഞാൻ എഴുതുന്നത്. അപ്പൊ അവർ തമ്മിലൊരു റിലേഷൻ ആണ് പ്രാണ്ടൽ നമ്പർ ⁻⁴ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രാണ്ടൽ നമ്പർ =1 ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക. പ്രാണ്ടൽ നമ്പർ =1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ്സും തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്സും ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി പ്രാണ്ടൽ നമ്പർ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, പ്രാണ്ടൽ നമ്പറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്സിനേക്കാൾ വലുതാണെന്നാണ്. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വീണ്ടും പ്രാണ്ടൽ നമ്പർ എന്ന് പറയുന്ന ആൾ ലെസ് ദാൻ 1 ആണെങ്കിലോ ആ ഇക്വേഷനിൽ നോക്കി എനിക്ക് മനസ്സിലാവും ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ലെസ് ദാൻ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആയിരിക്കും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പ്രകാരം PR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നാണ്? ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഈസ് ഗ്രേറ്റർ ദാൻ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആയിരിക്കും. ഈ റിലേഷനിൽ നിന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ഥിരം ചോദിക്കുന്നതാ. ഒരു ഗ്യാസിന്റെ പ്രാണ്ടൽ നമ്പറിന്റെ റേഞ്ച് എങ്ങനെയാണ്? 0.7-ന്റെയും 1-ന്റെയും ഇടയിലായിരിക്കും. ഒരു ലിക്വിഡ് മെറ്റൽ, ഇത് ബൈഹാർട്ട് ചെയ്ത് ഡയറക്റ്റ് ചോദിക്കുന്ന സാധനങ്ങളാണ്. ലിക്വിഡ് മെറ്റലിന്റെ പ്രാണ്ടൽ നമ്പറിന്റെ റേഞ്ച് എങ്ങനെയാണ്? വെരി മച്ച് ലെസ് ദാൻ, പ്രാണ്ടൽ നമ്പർ വളരെ ചെറുതാ ലിക്വിഡ് മെറ്റലിന്റെ വരുമ്പോൾ 0.001 മുതൽ 0.03 വരെ. ഓയിൽ വരുമ്പോൾ പ്രാണ്ടൽ നമ്പർ വളരെ വലുതാ, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഒരുപാട് 1-നേക്കാൾ വലിയ വാല്യൂസ് ആണ്. കണ്ട, 50 മുതൽ 1 ലക്ഷം വരെ.
1,00,000. 50 മുതൽ 1,00,000 വരെയാണ് എന്ത് പ്രാണ്ടൽ നമ്പറിന്റെ വാല്യൂ ഓയിലിന്റെ കേസിൽ വരിക. ഇതാണ് നമ്മൾ പറഞ്ഞ റിലേഷൻ. ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ആണ് ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്ത് വേണം ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാം. ഡെൽറ്റ എച്ച് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എച്ച് ഈസ് ഈക്വൽ ടു PR⁻1/3. ഓക്കെ, ഈ കേസുകളൊക്കെ നമ്മൾ കൊടുത്തിരിക്കും. ഓക്കെ, PR ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഡെൽറ്റ ടി എച്ചും ഡെൽറ്റയും തുല്യമാണ്. ഇനി PR ലെസ് ദാൻ 1 ആണെങ്കിലോ നമ്മൾ എഴുതി PR ലെസ് ദാൻ 1 ആണെങ്കിലോ ഹൈഡ്രോഡൈനാമിക് തിക്നെസ് എന്ന് പറയുന്നത് തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ്സിനേക്കാൾ വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് ഡെൽറ്റ എച്ചിനേക്കാൾ വലുത്, അങ്ങനെ പറയാം. ഇനി PR ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ നമ്മൾ എഴുതിയ തൊട്ട് മുന്നേ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ തെർമൽ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എച്ച് ഡെൽറ്റ എച്ചിനേക്കാൾ ചെറുതാണ് എന്നുള്ള അർത്ഥമുണ്ട്, തിന്നർ എന്ന് പറയുന്ന അർത്ഥവും ഉണ്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ച് നമുക്ക് അയാളെ പറയാൻ പറ്റും. അടുത്ത നോക്കിയേ, the wavelength of maximum emissive power is given by, അതായത് നമ്മൾ റേഡിയേഷൻ പഠിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് നിയമങ്ങൾ പഠിക്കും, റേഡിയേഷന്റെ ലോസ് പഠിക്കും, അടിസ്ഥാന നിയമങ്ങൾ. കിർച്ചോഫ് ലോ, സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ, വീൻസ് ലോ, ഫൊറിയർ ലോ എന്ന് പറയുന്നത് കണ്ടക്ഷന്റെ ആണ് കേട്ടോ. ABC ഈ 3 പേരും എന്താണ് റേഡിയേഷന്റെ ബേസിക് നിയമങ്ങളാണ്. ഫൊറിയർ ലോ എന്ന് പറയുന്നത് കണ്ടക്ഷന്റെ അടിസ്ഥാന നിയമമാണ്. അപ്പോൾ the wavelength of maximum emissive power is given by, അതായത് ഒരു മാക്സിമം എമിസീവ് പവറിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം വേവ് ലെങ്തിനെ കുറിച്ച് പറയുന്ന ലോ ഏതാണ്? അത് കിർച്ചോഫ് ലോ ആണോ, സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ ആണോ, വീൻസ് ലോ ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? വീൻസ് ലോ ആണ് അതിന്റെ ആൻസർ വരിക. ഇതൊക്കെ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ലാംഡ മാക്സിമം അതായത് വേവ് ലെങ്ത് മാക്സിമം ഇൻറ്റു ടെമ്പറേച്ചർ which is equal to ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? വീൻസ് ലോ. ആ കോൺസ്റ്റന്റിന് ഒരു വാല്യൂ ആയിട്ട് തന്നെ പറയാറുണ്ട് 2898 മൈക്രോമീറ്റർ കെൽവിൻ. ലാംഡ മാക്സ് ഇൻറ്റു ടെമ്പറേച്ചർ, മാക്സിമം വേവ് ലെങ്ത് ഇൻറ്റു ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് മാക്സിമം വേവ് ലെങ്ത് കിട്ടുക. ആ മാക്സിമം വേവ് ലെങ്ത് ഇൻറ്റു ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എപ്പോഴും. ആ വാല്യൂ 2898 മൈക്രോമീറ്റർ കെൽവിൻ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? വീൻസ് ലോ പറയുന്നത്. അപ്പൊ ഈ മാക്സിമം കണ്ടീഷൻ പറയുന്ന ആരാണ്? വീൻസ് ലോ ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. കിർച്ചോഫ് ലോ ഒക്കെ പറയുന്നത് ഒരു തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ, ഇതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്, പ്രൂഫ് നമ്മൾ ഇവിടെ പറയുന്നില്ല. തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഒരു ബോഡിയുടെ എമിസീവ് പവർ, ഒരു ബോഡിക്ക് എമിറ്റ് ചെയ്യാനുള്ള എമിറ്റ് ചെയ്യുന്ന എമിസീവ് പവർ, ആ എമിസീവ് പവറും ആ ബോഡിയുടെ ഒരു പ്രോപ്പർട്ടി ആയ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നതിന്റെ റേഷ്യോ എടുത്താൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റിയും ആ ബോഡിയുടെ എമിസിവിറ്റിയും തുല്യമായിരിക്കും. ഇതാണ് ആര് പറയുന്നത്? കിർച്ചോഫ് ലോ പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ E by ആൽഫ ഒരു ബോഡിയുടെ എമിസീവ് പവറും ആ ബോഡിയുടെ ആൽഫ അബ്സോർപ്റ്റിവിറ്റി എന്ന പ്രോപ്പർട്ടിയുടെ റേഷ്യോ എടുത്താൽ അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ എനിക്ക് ഒരു ബോഡിയുടെ അബ്സോർപ്റ്റിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള കഴിവിനെയും ദെൻ എമിസിവിറ്റി എമിറ്റ് ചെയ്യാനുള്ള കഴിവിനെയും തുല്യമാണെന്ന് എനിക്ക് പറയാം. അതാണ് തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് കിർച്ചോഫ് ലോ. ഇനി സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണല്ലേ. എന്താണ് സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ വെച്ചിട്ട് നമ്മൾ പറയുന്നത്? ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ അത് സിഗ്മ T⁴ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി 4th പവർ ഓഫ് ദി ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതാണ് എന്ത്? സ്റ്റെഫാൻ ബോൾസ്മാൻ ലോ. ഓക്കെ, നിങ്ങൾ ഒരു ബേസിക്കും ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, ഈ പറയുന്ന ആൾക്കാർ നമ്മളൊരു ക്ലാസ് ആയിട്ട് കംപ്ലീറ്റ്ലി പഠിക്കുമ്പോഴാണ് ഇത് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വഴി നിങ്ങൾക്ക് സംഭവം ക്ലിക്ക് ആവുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ, അടുത്ത നോക്കിയേ, ഫോർ എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി, ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. അബ്സോർപ്റ്റിവിറ്റി ഈക്വൽ ടു 1, റിഫ്ലക്റ്റിവിറ്റി ഈക്വൽ ടു 1, ട്രാൻസ്മിറ്റിവിറ്റി 1. വീണ്ടും അതുപോലെ തന്നെ അബ്സോർപ്റ്റിവിറ്റി 1, റിഫ്ലക്റ്റിവിറ്റി 0, ട്രാൻസ്മിറ്റിവിറ്റി 0, അബ്സോർപ്റ്റിവിറ്റി 0, റിഫ്ലക്റ്റിവിറ്റി 1, ട്രാൻസ്മിറ്റിവിറ്റി 0, അബ്സോർപ്റ്റിവിറ്റി 0, റിഫ്ലക്റ്റിവിറ്റി 0, ട്രാൻസ്മിറ്റിവിറ്റി 1. ഇവരെയൊക്കെ ഞാൻ ഒരു ടേംസിലേക്ക് ഒന്ന് മാറ്റണം. അബ്സോർപ്റ്റിവിറ്റിയെ ആൽഫ എന്നാ പറയാ, റിഫ്ലക്റ്റിവിറ്റിയെ റോ എന്നാ പറയാ, ട്രാൻസ്മിറ്റിവിറ്റിയെ ടോ എന്നാ പറയാം. ഓക്കെ, അപ്പൊ ആൽഫ ഈക്വൽ ടു 1, റോ ഈക്വൽ ടു 1, ടോ ഈക്വൽ ടു 1. അതാണോ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബോഡി എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ്ലി ഒരു ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിലേക്ക് ഒരു റേഡിയേഷൻ വന്ന് വീണാൽ അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിരിക്കും.
ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒരു ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് വീണാൽ ആ റേഡിയേഷനെ അയാൾ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും. അതിൽ ഒന്നും തന്നെ റിഫ്ലക്റ്റും ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ല, ഒന്നും തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാനും ബാക്കി ഉണ്ടാവില്ല. അതാണ് ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താണ് ഈ അബ്സോർപ്റ്റിവിറ്റി, എന്താണ് റിഫ്ലക്റ്റിവിറ്റി, എന്താണ് ട്രാൻസ്മിറ്റിവിറ്റി എന്ന് പറയണം. അപ്പൊ ഞാൻ എടുക്കുന്നത് ഒരു ബ്ലാക്ക് ബോഡി ഒന്നുമല്ല, ഒരു സാധാരണ ബോഡിയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിലേക്ക് ജി എന്ന് പറയുന്ന ഒരു റേഡിയേഷൻ, ഒരു ഇൻസിഡന്റ് റേഡിയേഷൻ വന്ന് വീഴുകയാണ്. അങ്ങനെ ആ ഒരു സർഫസിൽ വീണ് കഴിഞ്ഞാൽ 3 സാധ്യതയാണ്. ഒന്ന്, ഈ ഒരു സർഫസിനകത്ത് കുറെയൊക്കെ അബ്സോർബ് ചെയ്ത് പിടിക്കാം. വേറൊന്ന്, ഇതിൽ നിന്നും കുറെയൊക്കെ റിഫ്ലക്ട് ചെയ്ത് പോകാം. മറ്റൊരു സാധ്യത, ഇത് തുളച്ച് ട്രാൻസ്മിറ്റ് ചെയ്തു പോകാം. ട്രാൻസ്മിറ്റ്, ഇവിടെ റിഫ്ലക്ട്, ദെൻ ഇതിനകത്ത് അബ്സോർബ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് ഈ അബ്സോർബ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി GA ആണ്, റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റി GR ആണ്, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ക്വാണ്ടിറ്റി GT ആണെന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ ഇയാളെ റെപ്രസെന്റ് ചെയ്തു. ഇനി എനിക്ക് എന്ത് പറയാം? ഈ G എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? അബ്സോർബ് ചെയ്തത് പ്ലസ് റിഫ്ലക്ട് ചെയ്തത് പ്ലസ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ശരിയാണല്ലോ? ഇങ്ങനെ എനിക്ക് എഴുതാലോ, കാരണം ഇവരെ 3 പേരും കൂട്ടിയാലും വന്ന് വീണ ആളെ കിട്ടണം ആണല്ലോ. ഞാൻ ഈ കംപ്ലീറ്റ് ആൾക്കാരെയും ഒരു G വെച്ച്, അങ്ങനെ ഇൻസിഡന്റ് റേഡിയേഷന്റെ ആ G എന്ന് പറയുന്ന ടൈം വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ G/G 1 ആയി. ഇവിടെ GA അബ്സോർബ് ചെയ്ത ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ G പ്ലസ് റിഫ്ലക്ട് ചെയ്ത ക്വാണ്ടിറ്റി ബൈ G പ്ലസ് ട്രാൻസ്മിറ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ G. GA/G നെ ഞാൻ വിളിക്കുന്ന പേരാണ് അബ്സോർപ്റ്റിവിറ്റി ആൽഫ. GR/G നെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റിവിറ്റി റോ. GT/G വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിറ്റിവിറ്റി ടോ. ഇവർ 3 പേരും കൂട്ടിയാൽ അപ്പൊ എന്താണെന്ന് വരും? 1 ആണെന്ന് വരും. അബ്സോർപ്റ്റിവിറ്റിയും റിഫ്ലക്റ്റിവിറ്റിയും ടോയും കൂട്ടിയാൽ 1 ആണ് കണ്ടീഷൻ. ഇനി ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ, ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അതിന്റെ അബ്സോർപ്റ്റിവിറ്റി 1 ആയിരിക്കും. അതായത് G എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വന്ന് വീണാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അയാൾ അബ്സോർബ് ചെയ്തിരിക്കും. റിഫ്ലക്ട് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അതാണ് ഒരു ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത. അപ്പൊ ഇനി നോക്കിയാൽ പോരെ, ഈ പറയുന്ന ഓപ്ഷൻ വരുന്ന ഏതാണെന്നുള്ളത്? ആൽഫ ഈക്വൽ ടു 1, പക്ഷെ റിഫ്ലക്റ്റിവിറ്റി 1 വന്നു, അപ്പൊ എന്തായാലും വരില്ല. അബ്സോർപ്റ്റിവിറ്റി 1 ഓക്കെ, റിഫ്ലക്റ്റിവിറ്റി 0 ഓക്കെ, ട്രാൻസ്മിറ്റിവിറ്റി 0. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സി ഡി നോക്കിയേ, അബ്സോർപ്റ്റിവിറ്റി 0 ബ്ലാക്ക് ബോഡി ആവൂല, അബ്സോർപ്റ്റിവിറ്റി 0 ബ്ലാക്ക് ബോഡി ആവൂല. ഓക്കെ, അപ്പൊ ഇത്രയും കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് ആൽഫ പ്ലസ് റോ ഈസ് ഈക്വൽ ടു ടോ ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഈസ് ഈക്വൽ ടു 1 ആണ്. അതിൽ ആൽഫ 1 ആണെങ്കിൽ പിന്നെ റോയും ടോയും 0 ആവുക നിർവാഹമുള്ളൂ. ശരിയല്ലേ? ഒരു ബ്ലാക്ക് ബോർഡിന്റെ പ്രത്യേകത അത് തന്നെയാണ്, ആൽഫ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്. ഒരുപാട് കൺസെപ്റ്റ്, വലിയ കൺസെപ്റ്റുകൾ വരുന്ന എന്താണ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറയാം. ശ്രദ്ധിച്ച് പഠിച്ച് കൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കണം. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്ത് നല്ല വലിയൊരു A ലെവലൊക്കെ എക്സാമുകളാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൺസെപ്റ്റ് അറിഞ്ഞ് തന്നെ പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.